ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ രണ്ട് മരം വെട്ടുകാരുടെ കഥയാണ്. ഒരു ഗ്രാമത്തിൽ രാമു എന്നും ദാമു എന്നും പേരുള്ള രണ്ട് അയൽക്കാരായ മരം വെട്ടുകാരുണ്ടായിരുന്നു. രാമു വളരെ ദയാലുവും നല്ലവനും ആയിരുന്നു. ദാമു ആകട്ടെ അസൂയാലുവും ദുഷ്ടനുമായിരുന്നു. രണ്ടുപേരും അടുത്തുള്ള വനത്തിൽ പോയി വിറക് വെട്ടി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ജീവിച്ചിരുന്നത്. ഒരിക്കൽ രാമു വനത്തിൽ മരം വെട്ടാനായി പോയപ്പോൾ ഒരു പച്ച മരം കണ്ടു. അത് വെട്ടാനായി അയാൾ മഴുവോങ്ങിയപ്പോൾ മരം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ വെട്ടരുതേ, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ, എനിക്കും ജീവനുണ്ട്. മരത്തിന്റെ കരച്ചിൽ കേട്ട് അനുകമ്പ തോന്നിയ രാമു മരത്തെ വെട്ടാതെ അടുത്തുള്ള ഒരു ഉണക്കമരം വെട്ടി. അപ്പോൾ പച്ചമരം രാമുവിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്റെ ഏറ്റവും മുകളിലുള്ള മരക്കൊമ്പിന്റെ പൊത്തിൽ ഒന്ന് നോക്കുക. നിങ്ങളുടെ ദയക്ക് ഒരു സമ്മാനം ഞാൻ തരാം. ഇത് കേട്ട രാമു മരത്തിന്റെ മുകളിലത്തെ പൊത്തിൽ കയറി നോക്കി. അതാ അവിടെ ഒരു കുടം ഇരിക്കുന്നു. രാമു സന്തോഷത്തോടെ കുടം തുറന്നു നോക്കി. അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അത് കണ്ട് രാമു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മരത്തിനോട് നന്ദി പറഞ്ഞ് രാമു വീട്ടിലേക്ക് പോയി. ആ സ്വർണ്ണ നാണയങ്ങൾ വിറ്റ് അവൻ ധനികനായി. ഇതൊക്കെ അറിഞ്ഞ ദാമു അസൂയയോടെ ഓർത്തു, എനിക്കും ധനികനാകണം. പിറ്റേന്ന് അയാൾ കാട്ടിൽ പോയി പച്ചമരങ്ങളെല്ലാം വെട്ടാൻ തുടങ്ങി. മരങ്ങളുടെ നിലവിളി കേട്ടിട്ടും അവയെ വെട്ടിക്കൊണ്ടേയിരുന്നു. നിധി ഏത് മരപ്പത്തിലായിരിക്കുമെന്നോർത്ത് എല്ലാ പച്ചമരങ്ങളും വെട്ടാൻ തുടങ്ങി. ദാമുവിന്റെ അത്യാർത്തി കണ്ട് ഒരു പച്ചമരം അവനെ വിളിച്ചു പറഞ്ഞു, എന്റെ പൊത്തിൽ നിധിയുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി ദാമു മരത്തിന്റെ പൊത്തിൽ കൈയിട്ടു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പാമ്പ് അവനെ കടിച്ചു. അല്പസമയത്തിനുള്ളിൽ അവൻ വിഷം ഏറ്റുമരിച്ചു. കഥയുടെ ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.